ശത്രുസംഹാര പൂജ, ശത്രുസംഹാര പുഷ്പാഞ്ജലി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തോന്നുക? കുറച്ചു നാണയത്തുട്ടുകൾക്കായി ദൈവങ്ങൾ നിങ്ങളുടെ കൊട്ടേഷൻ എടുക്കുകയാണെന്നാണോ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയ ദുഷ്ടശക്തികളെ നിയന്ത്രിക്കുന്നതാണ് ശത്രുസംഹാരം എന്നാണ് വിശ്വാസികളുടെ പക്ഷം. ഇവിടെ ഇപ്പോൾ ശത്രുസംഹാര പൂജ നടക്കുന്നത് BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിലാണ്. അതിന്റെ കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതോടെ കേരളത്തിലെ BJP നേതൃത്വത്തിന് കാലക്കേടാണത്രേ. പ്രേതബാധയും ശത്രുക്കളുടെ ഇടപെടലുമാണ് ഇതിന് പിന്നിലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ V മുരളീധരനും K സുരേന്ദ്രനുമെല്ലാം രാജീവ് ചന്ദ്രശേഖറിന് പണി കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഒഴിവാക്കാറില്ല. പ്രേതബാധ ശല്യം വേറെയും. ഇതോടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മുൻകൈയെടുത്ത് മാരാർജി ഭവനിൽ ശത്രുസംഹാര പൂജ നടത്തുകയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം തുടർച്ചയായ വിവാദങ്ങളാണ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ തിരുമല അനിൽ, RSS നേതാവ് ആനന്ദ് K തമ്പി, അനന്തു അജി എന്നിവർ ആത്മഹത്യ ചെയ്തു. സീറ്റ് ലഭിക്കാതെ നിരവധി പേർ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതെല്ലാം കൂടാതെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരിൽ കർണാടകയിൽ നിന്നും പുറത്തു വന്ന ഭൂമി തട്ടിപ്പ് വാർത്തകളും, സംസ്ഥാന സെക്രട്ടറി S സുരേഷിന്റെ പേരിൽ വന്ന 43 ലക്ഷം രൂപയുടെ വായ്പാ തട്ടിപ്പ് വേറെയും. ഇതിനെല്ലാം ഉപരിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓടി നടന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങളും. BJPയുടെ തറവാടായ മാരാർജി ഭവനിൽ ശത്രുദോഷമുണ്ടെന്നാണ് നേതാക്കളുടെ കണ്ടുപിടുത്തം. V മുരളീധരനും K സുരേന്ദ്രനും യോഗത്തിനെത്താത്തതുപോലും ഇതുമൂലമാണെന്നാണ് ഇരുവരുടെ പക്ഷം. കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുവാനും ശത്രുക്കളെ അകറ്റണം. ഇതോടെയാണ് ശത്രുസംഹാര പൂജ നടത്താൻ തീരുമാനമായത്. കേരളത്തിൽ ഒരു പാർട്ടിയുടെ ഓഫീസിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ശത്രുസംഹാര പൂജ നടത്തുന്നത്.